വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്നെ അനുഗമിച്ച സി.പി.എം ജില്ലാ സെക്രട്ടറി റഫീഖിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച നടൻ മമ്മൂട്ടിക്ക് നേരെ കടുത്ത വിമർശനമാണ് വരുന്നത്. താരം സംസാരിച്ച രീതി ശരിയായില്ലെന്ന അഭിപ്രായങ്ങൾ. നിങ്ങൾ എന്താണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? ആളുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കും. മാറി നിന്നാൽ മതി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടി കുറേക്കൂടി പക്വതയോടെ ഇടപെടണമെന്നായിരുന്നു അഭിപ്രായങ്ങൾ വരുന്നത്. സോഷ്യൽ മീഡിയ വന്നതോടെ നല്ല ഇമേജ് ഉണ്ടാക്കിയ താരമാണ് മമ്മൂട്ടിയെന്ന് വിമർശകർ പറയുന്നു. മമ്മൂട്ടിയുടെ ദേഷ്യത്തെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും നിരവധി സഹപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കോസ്റ്റ്യൂം ഡിസൈനർ ശ്രീകുമാർ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ പ്രവർത്തിപ്പിച്ചുണ്ടായ അനുഭവമാണ് ഇദ്ദേഹം പങ്കുവച്ചത്. പുള്ളി എല്ലായിടത്തും കയറി ഇടപെടും, എല്ലാം പുള്ളിക്ക് കൊണ്ടുപോയി കാണിക്കണം, മമ്മൂട്ടി എന്നെ സെറ്റിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞതാണ്. ബിന്ദു പണിക്കരുടെയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും കോസ്റ്റ്യൂം കാണിക്കാൻ പറഞ്ഞു. എന്തിനാണ് മമ്മൂക്ക കാണിക്കുന്നതെന്ന് ഞാൻ ലോഹിതദാസ് സാറിനോട് ചോദിച്ചു. "ഒന്ന് കാണിച്ചേക്ക്" എന്ന് അദ്ദേഹം. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിച്ചപ്പോൾ "ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോകരുത്" എന്ന് പറഞ്ഞു. "കൊടുത്താൽ നിന്നെ ഞാൻ വൈകുന്നേരം പാക്കപ്പ് ചെയ്യുമെന്നും പറഞ്ഞു. കൊടുക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ബിന്ദുവിന് ഞാൻ ഒലിവ് ഗ്രീൻ നിറത്തിലുള്ള കോസ്റ്റ്യൂം കൊടുത്തു. മമ്മൂട്ടിക്ക് വില കുറഞ്ഞ കോസ്റ്റ്യൂമും ആയിരുന്നു. നല്ല കോസ്റ്റ്യൂം നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താഴ്ന്നു നിൽക്കണം എന്ന പ്രകൃതിക്കാരനാണ് മമ്മൂട്ടിയെന്ന് ഇയാൾ അന്ന് പറഞ്ഞിരുന്നു. മമ്മൂട്ടി നല്ല മനുഷ്യനാണെന്ന് പറയുന്നില്ല. പക്ഷെ പുള്ളി ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല. എടുത്തടിച്ച പോലെ സംസാരിക്കും, ഇറങ്ങിപ്പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരാളാണ് മമ്മൂട്ടി എന്നും കോസ്റ്റ്യൂം ഡിസൈനർ ശ്രീകുമാർ പറഞ്ഞു.